യെസ്, നമസ്കാരം. ബിനീഷ് രാജ്. ആ അതെ. എന്താണ് ആ ഒരു പടത്തിലെ ഒരു തീം എങ്ങനെയാണ്? ഇതിപ്പം നമ്മൾ പോസ്റ്ററിൽ കണ്ടത് ലവ്, അതിനൊക്കെ തന്നെ ഒരു സസ്പെൻസ്, പ്രണയം ഒരു സസ്പെൻസ് എന്നുള്ള ടാഗിലാണ് വന്നിരിക്കുന്നത് പടം. ഓക്കെ. അത് എങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ് കൊടുത്തത്? ഇല്ല, ഇത് ആക്ച്വലി ഒരു മൾട്ടി ജോണർ സബ്ജക്റ്റാണ്. ഡയറക്ടർ തന്നെ സ്റ്റോറിയാണ്. മൾട്ടി ജോണർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൂട്ട് പ്രണയമുണ്ട്, ടെററിസമുണ്ട്, പൊളിറ്റിക്കൽ രാഷ്ട്രീയമുണ്ട്, മതപരമായ ചില പരാമർശങ്ങളുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ജോണർ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ കഥയാണ്. ഇപ്പോൾ സ്റ്റിൽ ലൈഫ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഇതിനെല്ലാം സ്പർശിച്ചാണ് ഓരോ വ്യക്തികളുടെയും ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഇതിലൊരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് നായകൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി, ഇദ്ദേഹം പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട്, മതവിശ്വാസങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം എതിരായതുകൊണ്ട് സാഹിബ നായികനെ വേറൊരു വിവാഹം കഴിച്ച് പോവുകയാണ്. ഭർത്താവുമായിട്ട് അവൾക്ക് സിങ്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഫസകയൊല്ലി ഭർത്താവിനെ ഒഴിവാക്കി അവൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന സമയത്തും നായകൻ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിലും, ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടും രണ്ട് വീട്ടുകാരുടെ എതിർപ്പുകൾ നിൽക്കുന്നതുകൊണ്ടും ഇവർക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്താണ് കോവിഡിൻ്റെ ഒരു പ്രസൻസ് കടന്നു വരുന്നത്. അങ്ങനെ ഈ വ്യത്യസ്തമായ വിവിധ പ്രോബ്ലംസുകളുടെ മുന്നിൽ, അതായത് വീട്ടുകാരുടെ എതിർപ്പ്, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കൊലപാതകം, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അന്വേഷണം, അങ്ങനെ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മേക്കിംഗ് ആണ് ചിത്രത്തിൻ്റെ. ആ അതെ. അത് ആക്ച്വലി ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടീനെയാണ് കാസ്റ്റ് ചെയ്തിരുന്നത് പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കാനായിട്ട്. പക്ഷേ ആ ഒരു റൈറ്റ് ടൈം അവർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും, അപ്പോൾ ഡയറക്ടറുടെ നിർബന്ധപ്രകാരം, ഡയറക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്നെ മേക്കപ്പ് മാൻ സുധി കട്ടപ്പൻ ഒരു പോലീസുകാരനാക്കി മാറ്റുകയും അങ്ങനെ അഭിനയിക്കേണ്ടി വരികയും ചെയ്തതാണ്. അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന പണിയാണെന്നൊരു തോന്നലുണ്ടായി. അതിന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും പടങ്ങൾ ഇറങ്ങുന്നത്, കുഞ്ഞു കാസ്റ്റിൽ വരുന്ന കുഞ്ഞു പടം എന്തുകൊണ്ടാണ് അത് കാണണം, അല്ലെങ്കിൽ പ്രേക്ഷകർ കാണണം എന്നുള്ളത്? ശരിക്കും ഞങ്ങളിത് ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു മൂവിയാണ്. 1 വർഷത്തോളം ആർട്ടിസ്റ്റ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഡയറക്ടർ മെനക്കെട്ടതാണ്. നമുക്കത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരുടെയും ഡേറ്റ് ഒത്ത് വരാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇനിയും നടന്ന് ടൈം കളയാൻ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെല്ലാം പുതിയ ആളുകളെ വെച്ച് തന്നെ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് മാറിയത്. പിന്നെ ഇത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഒരു പരീക്ഷണ ചിത്രം എന്നുകൂടി വേണം പറയാനായിട്ട്. ഇപ്പം ഒരു സിനിമ വ്യത്യസ്തമാവുകയാണെങ്കിലാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുക. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾക്ക് വ്യത്യസ്തതകൾ ഒരുപാട് അവകാശപ്പെടാനുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റിയിലുണ്ടായ പ്രോബ്ലം കൊണ്ടാണ് പുതിയ ആളുകളെ വെച്ച് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വഴുതി മാറിയത്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു VFX ഒരു ഓൾറൗണ്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ VFX എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഞാൻ ഈ സിനിമയിൽ ചെയ്യാനുള്ളൊരു കാരണം, ഇതിൽ ഈ സലാത്തുള്ള സലാമുള്ള എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അപ്പം വ്യത്യസ്തമായ നിരവധി ലൊക്കേഷനിലൂടെ പോകേണ്ട, പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു സോങ് കൂടി ആയതുകൊണ്ട്, അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് വേണം, പക്ക നാച്ചുറൽ ആയിരിക്കണം, VFX മേക്കിംഗ് ആണെന്ന് തോന്നാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുള്ളത് കൊണ്ട് ആ സോങ് ഫുള്ളായിട്ട് VFX ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ VFX ചെയ്യാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്കത് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ഏരിയയിൽ കൈവച്ചത്. അല്ലാതെ നമുക്ക് ഇത്രയധികം VFX വർക്കുകൾ ഒരിക്കലും പുറത്തു കൊടുത്ത് ചെയ്യാനായിട്ട് ഇതുപോലൊരു കുഞ്ഞു പടത്തിന് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഈ സിനിമയിലേക്ക് ഞാൻ ഡയറക്ഷൻ ആഗ്രഹിച്ച് വന്നെങ്കിൽ പോലും ഈ പറഞ്ഞ തൊട്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന മൂവിയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തെ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നത് എന്നുള്ള അന്വേഷണം ആണ് എന്നെ ഈ VFX എന്ന വിഷ്വൽ എഫക്ട്സ് എന്ന
ഈ ഒരു വലിയ കൺസെപ്റ്റിന് മുന്നിൽ കൊണ്ട് എത്തിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ VFXനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ മെനക്കെട്ടതും. 2017 ഞാൻ ആദ്യമായി തമിഴിലൊരു സംവിധാനം ചെയ്യുന്ന മൂവി, അതിൽ ഞാൻ ഈ പറഞ്ഞ തൊട്ട് VFX വർക്കുകൾ അപ്ലൈ ചെയ്തു. ബിഗ് സ്ക്രീനിൽ അത് ഓക്കെയാണ്, പക്കയാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം രണ്ടാമതും തമിഴിൽ സാത്താൻ എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു. അത് റിലീസാവാൻ പോകുന്നു. പിന്നെ ആ 2 പടത്തിലും സ്വന്തമായി ചെയ്ത എക്സ്പീരിയൻസ് മൂന്നാമത്തെ പടത്തിലും വളരെ ഹെൽപ്ഫുള്ളായി. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ചേട്ടൻ പറഞ്ഞു ഈ പടത്തിന്റെ കണ്ടന്റ് തന്നെയാണ് ഇതിന്റെ. അതെ, കണ്ടന്റ്. അതെ, കണ്ടന്റ് വരുമ്പോൾ നമ്മുടെ ഈ സമീപകാലത്തുള്ള രാഷ്ട്രീയം തന്നെയാണോ ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട്? സമീപകാലത്തുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം തന്നെയാണോ ഈ സിനിമയിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വിഷയം മെയിനായിട്ട്? മെയിനായിട്ട് സമീപകാലത്ത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കൊറോണയുടെ ഒരു കാലഘട്ടം നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് സ്റ്റോറിയുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കൊറോണയുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റോറിയിൽ സംഭവിക്കുന്നത്. കഥയ്ക്കത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോയി, വിമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്റ്റോറിക്ക് വേണ്ട എന്താണോ അത് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം കാണാൻ വരുന്ന പ്രേക്ഷകരുടെ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് താരനിരകളൊന്നും ഇല്ലാതെ തമിഴിൽ സുബ്രഹ്മണ്യപുരം, മൈന എന്നൊക്കെ പറയുന്ന സിനിമകൾ അവിടെ എല്ലാം പുതിയ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും അഭിനയിച്ച പടങ്ങളാണ് അവിടെ വളരെ വലിയ ഹിറ്റായത്. താരനിരകൾ വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിനെ മുഴുവൻ മാറ്റിമറിച്ച ആ ഒരു ഇത് കേരളത്തിലും ആവർത്തിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി തിയേറ്ററിൽ പോയി കണ്ടിട്ട് കൊള്ളാമെങ്കിൽ നിങ്ങളത് എന്താ പറയുക, മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ എത്ര ഹൈപ്പ് കൊടുത്താലും തിയേറ്ററിൽ പോയി കാണുന്ന ആളുകൾ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെഗാസ്റ്റാർ ആണെങ്കിലും ആ പടം അവിടെ തീർന്നു. അപ്പോൾ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ അഭിപ്രായം, നല്ല അഭിപ്രായം പറയുക. തിയേറ്ററിൽ എല്ലാവരും വന്ന് കണ്ട് വിജയിപ്പിക്കുക. മലയാളത്തിലോ? തമിഴിൽ ഞാൻ 2 സംവിധാനം ചെയ്തു. ഇനി മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഭാഗ്യം ഉണ്ടായാൽ ചിലപ്പോൾ പറ്റിയേക്കാം. അത് ഫുൾ വർക്ക്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങൾ അത് ഈ പറഞ്ഞ അതിനു മുമ്പ് ഞാൻ ചെയ്ത ഇലയെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ, അതായത് പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് ഈക്വല് നമ്മുടെ ഈ സബ്ജക്റ്റിലും എന്താ പറയുക 5-ാം വേദത്തിലും സ്ത്രീകളുടെ ഈക്വാലിറ്റിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഇലയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, അവരെയും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു മൂവിയായിരുന്നു ഇലൈ. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പക്ക കൊമേഴ്സ്യൽ മൂവിയായിരുന്നു സാത്താൻ. അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. ഒരു പെൺകുട്ടിയോട് കുട്ടിക്കാലത്ത് പ്രണയം തോന്നുന്ന ഒരാൾ, പിന്നീട് അവൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കങ്ങളാണ് ആ മൂവിയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ആളൊരു ഡേഞ്ചറസ് സൈക്കോ ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുന്നത്. അങ്ങനത്തെ വേറൊരു പാറ്റേൺ ഈ ചെയ്ത ഇടയിലുള്ള 2 മൂവിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ഹൊറർ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു മൂഡാണത്. ഓക്കെ, താങ്ക് യു.